നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. RSS BJP കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ CPM-ന്റെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ നടത്തി. കണ്ണൂരിൽ ഗുരുദേവനെ അവഹേളിച്ചതിൽ പ്രതിഷേധിച്ച് SNDP യോഗത്തിന്റെ നേതൃത്വത്തിൽ തൃപ്രയാറിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. ചളിങ്ങാട് ഹംസ മുസ്ലിയാരുടെ ഉറൂസ് മുബാറക്കിന് തുടക്കമായി. വാർത്തകൾ വിശദമായി. RSS BJP രാഷ്ട്രീയ കൊലപാതകത്തിനെതിരെ CPM-ന്റെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ നടത്തി. CPIM കയ്പമംഗലം ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാളമുറിയിൽ നടത്തിയ സായാഹ്ന ധർണ അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ RSS സംഘപരിവാർ ശക്തികൾ ആസൂത്രിതമായി നടപ്പിലാക്കുന്നത് കഴിഞ്ഞ ഏതാനും നാളുകളിലായി കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വളരെ സംഘടിതമായി CPIM പ്രവർത്തകർക്കും CPIM-ന്റെ ഓഫീസുകൾക്കും കൊടിമരങ്ങൾക്കും സ്തൂപങ്ങൾക്കും ഒക്കെ എതിരായി ശക്തമായ ആക്രമണങ്ങളാണ് ഉണ്ടായത്. ഇത് നമ്മുടെ നാട്ടിലെ അന്തരീക്ഷം, സമാധാന അന്തരീക്ഷം തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമമാണ്. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ മാത്രം ബാധിക്കുന്ന കാര്യവുമല്ല. BS ശക്തിധരൻ അധ്യക്ഷനായി. MC ശശിധരൻ, NK സുരേഷ്, KC ശേഖരൻ, GV സുരേഷ്, EK ദേവാനന്ദൻ എന്നിവർ സംസാരിച്ചു. പെരിഞ്ഞനം ലോക്കൽ കമ്മിറ്റി നടത്തിയ ധർണ പുഷ്പ ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് പലവിധ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടും അതുപോലെ തന്നെ പല മാധ്യമങ്ങളും അതുപോലെ പത്രമാധ്യമങ്ങളൊക്കെ തന്നെ വായിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് മുമ്പത്തേക്കാളേറെ വിവരങ്ങൾ മനസ്സിലാക്കുന്ന ആളുകളാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ജനങ്ങളെ ആകെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അവർ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും പിൻവാങ്ങിപ്പിക്കാൻ CPM എന്നുള്ള രാഷ്ട്രീയ ഇല്ലാതാക്കുകയും അതിൽ പ്രവർത്തിക്കുന്ന ആളുകളെയൊക്കെ തന്നെ പിന്തിരിപ്പിച്ചുകൊണ്ട് BJP-യുടെ ഒരു ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക എന്ന ഒരു ലാക്കാണ് ഇപ്പോൾ നമുക്ക് അവരുടെ പ്രവർത്തനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കേന്ദ്രത്തിൽ ഭരണത്തിലിരിക്കുന്ന വർഗമാണ് ഞങ്ങൾ എന്നാണ് അവരെ ഏത് വേദിയിലും സംസാരിച്ചു തുടങ്ങുന്നത്. MK സത്യനാഥൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. PK അർമുഖൻ, TK രാജു എന്നിവർ സംസാരിച്ചു. CPM നടത്തിയ ഓണാഘോഷ സമാപന ഘോഷയാത്രയിൽ ഗുരുദേവനെ അവഹേളിച്ചതിൽ പ്രതിഷേധിച്ച് SNDP യോഗം നാട്ടിക യൂണിയന്റെ ആഭിമുഖ്യത്തിൽ തൃപ്രയാറിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. നിങ്ങളുടെ നാളുകൾ എണ്ണപ്പെട്ടു. യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് ഉദ്ഘാടനം ചെയ്തു. KV ജയരാജൻ അധ്യക്ഷത വഹിച്ചു. PV സുദീപ് കുമാർ, ജയന്തൻ പുത്തൂർ, പ്രകാശ് കടവിൽ, പ്രശാന്ത് മേനോത്ത്, ജയറാം കടവിൽ, യമുന രവീന്ദ്രൻ, CS ഗണേഷ് എന്നിവർ സംസാരിച്ചു. ചളിങ്ങാട് ഹംസ മുസ്ലിയാരുടെ ഉറൂസ് മുബാറക്കിന് തുടക്കമായി. മഹൽ ഖത്തീബ് M മുഹമ്മദ് ഫൈസി ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ PK യൂസഫ് ഹാജി അധ്യക്ഷനായി. ഹാമിദ് യാസീൻ ജൗഹരി അൽമദനി മുഖ്യപ്രഭാഷണം നടത്തി. ഇബ്രാഹിം കുട്ടി മുസ്ലിയാർ മാടവന, ഹാഫിൽ ഖാലിദ് ബാഖവി, ഹാഫിൽ അഹമ്മദ് നൌഫൽ റഹ്മാനി, TA യൂസഫ് ഹാജി, PM ഉസ്മാൻ ഹാജി, PM അബ്ബാസ്, PK സെയ്ദ് മുഹമ്മദ് ഹാജി, സെയ്ദ് മുഹമ്മദ് പോക്കാക്കില്ലത്ത്, PM സൈനുദ്ദീൻ, PM അബ്ദുൽ മജീദ്, അബൂബക്കർ സൈദി എന്നിവർ സംസാരിച്ചു. പ്രഗത്ഭനായ പണ്ഡിതനാണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാനുമായും കുറെ വർഷങ്ങളായിട്ട് നല്ല ബന്ധങ്ങളുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ് ഒരുമിച്ച് ഹജ്ജിന് പോയ സമയങ്ങളിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും ഒരുപാട് ആത്മീയമായി ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ വക്കിൽ നിന്ന് കിട്ടുകയും അങ്ങനെ ഒരുമിച്ച് ഞങ്ങൾ ഒരു വലിയ യാത്രയൊക്കെ ചെയ്തു വന്നവരാണ്. അതുകൊണ്ട് തന്നെ ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ധാരാളം പറയാനുണ്ട്. ഏതായാലും അദ്ദേഹം ഒരു ആലിമാണ്. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ.
ആലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ അത് അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശം എടുത്തവരാണ്. ഉലമാഉ ഉമ്മത്തി കഅംബിയാഇ ബനി ഇസ്രായേൽ, എൻ്റെ ഉമ്മത്തിലെ പണ്ഡിതന്മാർ ബനി ഇസ്രായേൽക്കാരിലെ അമ്പിയാക്കളെ പോലെയാണെന്ന് മഹാനായ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലപ്പാട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജീവകാരുണ്യ പ്രവർത്തകനായ ജോസഫ് ചാണ്ടിയുടെ വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തു. സ്കൂളിൽ നടന്ന ചടങ്ങിൽ വലപ്പാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PM അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. പഠിക്കാൻ നല്ല കഴിവുള്ള മിടുക്കകളായ മിടുക്കന്മാരായ കുട്ടികൾക്ക് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന അവസ്ഥയും നമ്മുടെ കോളേജുകളിൽ തന്നെ നമുക്ക് അനുഭവമുള്ളതാണ്. കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് കുട്ടികൾ ആത്മഹത്യ ചെയ്ത അവസ്ഥ വരെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസത്തിന്റെ ഇന്നത്തെ പ്രശ്നങ്ങളാണ് എങ്കിലും പഠിക്കാൻ സാമർഥ്യമുള്ളവരെ സഹായിക്കാൻ തയ്യാറായി നടക്കുന്ന ജോസഫ് ചാണ്ടി സാറിനെ പോലെ, അതുപോലെ ഇന്ത്യൻ ജീവകാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റ് ഏകദേശം 5 സംസ്ഥാനങ്ങളിൽ അവർ ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്നു. PTA പ്രസിഡന്റ് ശശികല ശ്രീവത്സൻ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപകൻ K രാജൻ, ബിനോയ് T മോഹൻ എന്നിവർ സംസാരിച്ചു. തൃശൂർ ജില്ലയിലെ 40-ൽ പരം വിദ്യാലയങ്ങളിലെ വിവിധ ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാഭ്യാസപരമായി മുന്നിൽ നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തത്. ഇനിയൊരു ഇടവേള.